വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പോൾ ആ ലോഫ്റ്റിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഷെറാട്ടണിലേക്കായിരുന്നു. ഷെറാട്ടൺ ഒമാൻ ഹോട്ടൽ എന്നുള്ള ഇവിടെയാണ് 2 ദിവസത്തേക്ക് ഇനിയുള്ള ഞങ്ങളുടെ താമസം. അപ്പോൾ ഈ ഷെറാട്ടൺ ഒമാൻ ഹോട്ടൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അലോഫ്റ്റിനേക്കാളും ഒരു 2000 പോയിൻറ്റ്സ് കൂടുതലായിരുന്നു. അലോഫ്റ്റിൽ ഒരു ദിവസത്തേക്ക് 10,000 പോയിൻറ്റ്സ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഷെറാട്ടണിൽ ഒരു ദിവസം 12,000 പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 2 ദിവസമാണ് ഷെറാട്ടണിൽ താമസിച്ചത്. അപ്പോൾ 12,000 പ്ലസ് 12,000 24,000 പോയിൻറ്റ്സ് ആയിരുന്നു. 24,000 മാരിയറ്റ് ബോൺവോയ് പോയിൻറ്റ്സ് ആയിരുന്നു ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. 11 ഓക്കെ. ഇവിടെ ലിഫ്റ്റിലേക്ക് മുകളിലേക്ക് ഇറങ്ങാൻ കാർഡ് വേണ്ട അല്ലേ? റൂം നമ്പർ ഉണ്ടോ? 1111 ഫാൻസി നമ്പർ. Yeah, 1111. This is the view. കുറേ മല കാണാം. Bidet. Bidet is here. എനിക്കുള്ളതുണ്ടോ? ഷെറാട്ടണിൽ 3 റെസ്റ്റോറൻ്റാണുള്ളത്. നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത് മാരിയറ്റ് ബോൺവോയ് പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേ ആയതുകൊണ്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നതല്ല. പക്ഷേ ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ അതിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഈസ്റ്ററിൻ്റേതായിട്ടുള്ള കുറേ സ്പ്രെഡ്, അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഈ 3 റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയായിരുന്നു. പിന്നെ 2 സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഔട്ട്ഡോർ പൂൾ എന്ന് പറയുന്നത്. ഈ ഔട്ട്ഡോർ പൂള് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഒരുപാട് ഫോറിനേഴ്സ് അവർ ടാൻ ആവാൻ വേണ്ടി ഒരു വെയിലും കൊണ്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ആക്ച്വലി അവരുടെ നാട്ടിൽ അവർക്ക് ഈ ടാൻ ആവുന്ന കാര്യങ്ങളൊക്കെ നടക്കില്ല. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരെ നമുക്ക് ടാൻ ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഔട്ട്ഡോർ പൂള് വേണ്ടാന്ന് വെച്ചു. ഇതാണ് ഇൻഡോർ പൂൾ വരുന്നത്. ഇൻഡോർ പൂളിന് പ്രത്യേകം സമയമൊക്കെയുണ്ട്. ലേഡീസ് ഓൺലി അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. അങ്ങനെ നമുക്ക് എല്ലായ്പ്പോഴും ചെന്ന് കയറാൻ പറ്റുന്ന ഒരു പൂളല്ല. ആ ഒരു ടൈം നോക്കിയിട്ട് വേണം നമ്മളവിടെ ചെല്ലാനായിട്ട്. ഔട്ട്ഡോർ പൂൾ പോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂളാണ് ഇൻഡോർ പൂളും. അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇൻഡോർ പൂളിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. you
ആക്ച്വലി ഒരുപാട് മെമ്പേഴ്സുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബാണ് ഈ പറയുന്ന ഷെറാട്ടൺ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല ഒരുപാട് മെമ്പർഷിപ്പ് ഹെൽത്ത് ക്ലബ് മെമ്പർഷിപ്പുള്ള ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാമായിരുന്നു. അപ്പോൾ ഓൾറെഡി 2 ദിവസം ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് മെമ്പർഷിപ്പൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇവിടുത്തെ ഈ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടും, അതിൽ സ്റ്റീം ബാത്ത് ഉൾപ്പെടും, അതിൽ സോന തുടങ്ങിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 2 ദിവസവും ഇതുപോലെ ലക്ഷറി ആയിട്ട് നല്ല റിലാക്സ്ഡ് ആയി റെസ്റ്റ് എടുക്കാം. അതാണ് ഇവിടെ സ്റ്റേ ചെയ്താലുള്ള ഗുണം. ഈ സംഭവം ഇത് അടിപൊളി സംഭവമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ കൗതുകങ്ങളും ഞാൻ പറയുന്നതിലുണ്ടാവും. നിങ്ങൾ അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് വെക്കും. സംഭവം എന്നാൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം നല്ലപോലെ നനഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കോട്ടൺ ഡ്രസ്സല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ നൈലോൺ പോലുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ നനഞ്ഞ ഡ്രസ്സും കൊണ്ട് റൂമിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് വെക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പ്രസ് പിടിക്കുമ്പോൾ അത് കുറച്ച് നേരം ഒരു 20-30 സെക്കൻഡ് എന്തോ കൊണ്ട് ഇതിനകത്തുള്ള നമ്മുടെ ഡ്രസ്സിലെ മുഴുവൻ വെള്ളവും അത് കളഞ്ഞു തരും. അങ്ങനെയുള്ളൊരു മെഷീനാണ്. ഇപ്പോൾ ഞാൻ ഈ റൂമിൽ കയറിയപ്പോൾ, അതായത് നമ്മുടെ ജെൻസിൻ്റെ വാഷ്റൂമിൽ കയറിയപ്പോൾ ഓൾറെഡി ഒരാൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടു. ഓപ്പറേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ആണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഏതോ ഒരു മെഷീൻ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു തുള്ളി വെള്ളമില്ലാതെ കൊള്ളാം. ഷെറാട്ടണിൽ ഇൻ്റർനാഷണൽ ക്യൂസിൻ ഓഫർ ചെയ്യുന്ന 3 അടിപൊളി റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ രണ്ടുപേരും കയറി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ എൻറ്റയർ ട്രിപ്പിൻ്റെ ക്യാഷ് അവിടെ ചിലവാകുന്നത് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ചുറ്റുപാടായിട്ട് കുറച്ച് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ അവിടേക്ക് നടക്കുകയാണ് ഈ കാണുന്നത്. ഓക്കെ, ആ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഷെറാട്ടൺ. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ സംസം മന്തി റെസ്റ്റോറൻറ്റ്. മലയാളികളുടെ ആവണം അറിയില്ല. തൊട്ടടുത്തൊരു പിസ്സ ഹട്ട് ഉണ്ട്. ഇതൊന്നും വേണ്ട, ഇവിടുത്തെ മന്തി സൂപ്പ് കുടിക്കുക. ഒക്കെയാണ് സംസമിൻ്റെ റേറ്റ്. ആണോ? സംസമിലെ ഭക്ഷണം കൊള്ളാം, അവരുടെ സർവീസ് സൂപ്പറായിരുന്നു. ഈ മന്തി നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നൽകുന്ന ആ സൂപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൂപ്പർബായിരുന്നു. അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ദിവസത്തെ ലഞ്ച്, പിറ്റേ ദിവസത്തെ ലഞ്ച്, ഡിന്നർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസമിൽ തന്നെയായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മലയാളി ഹോട്ടലാണ്. ഇതിൻ്റെ ഓണർ ഒരു മലയാളിയായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോകണ്ടേ. 3 ദിവസമാണ് ഞങ്ങൾ ഒമാനിലുള്ളത്. ഒമാനിൽ 3 ദിവസത്തിൽ സൈറ്റ് സീയിങ് എന്നുള്ളൊരു കാര്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് നോക്കിയപ്പോൾ ഷെറാട്ടൻ്റെ തൊട്ടടുത്താണ്. നിസാര ടാക്സി ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ര എന്ന് പറയുന്ന സ്ഥലത്തെത്താം. അപ്പോൾ ഈ മട്ര എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. വളരെ പഴയ മാർക്കറ്റാണ്. പക്ഷെ ഇവിടെ വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായി. അതെന്തെന്നാൽ ഒരു ജീവിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ബാലിയിൽ നുസാപെനിഡ എന്നുള്ള സ്ഥലത്ത് സ്നോർക്ലിംഗ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കാണാൻ പറ്റിയില്ല. അങ്ങനെ കാണാത്ത ആ ജീവിയെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒമാനിൽ കണ്ടു. ഇതാണ് കടലാമ. അപ്പോൾ നുസാപെനിഡയിലുള്ള സ്നോർക്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കടലാമേനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. എനിക്ക് ഇതിനെ നേരിട്ട് കാണണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒമാനിൽ മട്ര കോർണിഷൻ്റെ അവിടെ വെച്ചിട്ട് കാണാനായിരുന്നു യോഗം. ഏതായാലും വളരെ ഹാപ്പിയായി. ചുമ്മാ കൂട്ടിൽ ഗ്ലാസിൻ്റെ കൂട്ടിൽ കിടക്കുന്നതല്ല, ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പോകുന്നത്. ഇത് കാണുന്നത് വളരെ സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു. എന്തായാലും ബാലിയിൽ പോയിട്ട് നടക്കാത്തൊരു കാര്യം ഏതായാലും ഒമാനിൽ വെച്ച് നടന്നു കണ്ടപ്പോൾ സോ ഹാപ്പി. ആക്ച്വലി ഒമാനിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾക്കെല്ലാം ഇതൊരു സ്ഥിരം കാഴ്ചയായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ മാത്രമാണ് വളരെ ഹാപ്പി ആയിട്ട് ഇത് നോക്കുന്നുള്ളൂ. ബാക്കി ആരും മൈൻഡ് ചെയ്യുന്നപോലുമില്ല. എന്തായാലും കുറേ നേരം ഇതിനെ ഈ അമ്മയെ നോക്കി കുറഞ്ഞിരുന്നു. വളരെ സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ.
ആ റോഡ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മട്ര സൂക്കിൻ്റെ അടുത്തേക്ക് എത്താം. അതായത് UAE പോലെ തന്നെ ഒരുപാട് ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ് മസ്കറ്റ് എന്ന് മനസ്സിലായി. കാരണം ഇതിനോട് ചേർന്നിട്ടുള്ള എല്ലാ കടകളിലും എല്ലാം മലയാളികളായിരുന്നു. പക്ഷേ UAE പോലെയല്ല, വർഷങ്ങളുടെ പാരമ്പര്യമൊക്കെ ഒമാനിന് അവകാശപ്പെടാനുണ്ട്, പ്രത്യേകിച്ച് ഈ മട്ര സൂക്കിന്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കിടന്നപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ടൂറിസ്റ്റി, വളരെ വളരെ ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സോവനീർസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. ആക്ച്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ചിലപ്പോൾ ഉള്ളിൽ വല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ പോലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതായിരുന്നു. പക്ഷേ വളരെ ചെറിയ ചെറിയ ചായക്കടകളല്ലാതെ അങ്ങനെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടില്ല. കൂടുതലും ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സോവനീർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒമാനി ഹൽവയുടെ കുറേ ഷോപ്പുകൾ അവിടെ കാണാമായിരുന്നു. അപ്പോൾ ഒമാനി ഹൽവ എന്നുള്ളത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അത് ഞങ്ങൾ ഒരെണ്ണം മേടിക്കുകയും ചെയ്തു. പക്ഷേ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ പോലും ഒമാനി ഹൽവ 450 ഇന്ത്യൻ റുപ്പീസിൻ്റെ അടുത്തൊക്കെയാണ് വരുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും, പക്ഷേ വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, സംതിങ് വെറൈറ്റി ആണ്. മലയാളികളും ഒമാനികളും തമ്മിൽ നല്ല കമ്പനിയാണെന്ന് എനിക്ക് ഈ ചായക്കട കണ്ടപ്പോൾ മനസ്സിലായി. ഈ ചായക്കടയിൽ മലയാളികൾക്ക് കൂടുതലുണ്ടായിരുന്നത് ഒമാനികളായിരുന്നു, അറബികൾ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശേഷങ്ങളൊക്കെ പറയുന്നു, ചിരിക്കുന്നു. അതൊരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. ഒമാനിൻ്റെ സ്ഥിരം കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെക്കൗട്ടാണ് ഷെറാട്ടണിന്ന്. ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ അകത്തേക്ക്, അതായത് ലോബിയുടെ അകത്തേക്ക് നമുക്ക് ഒരിക്കലും ഈ ഓൺലൈൻ ടാക്സി വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടാക്സിയാണ് ഇവിടെ ഏറ്റവും ചീപ്പർ ഓപ്ഷൻ. നമുക്ക് ഇവിടെ നിന്ന്, അതായത് ഷെറാട്ടണിൽ നിന്ന് എയർപോർട്ട് വരെ ആകെ 4 OMR ആവുന്നുള്ളൂ. പക്ഷേ ഡയറക്റ്റുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കണം. അപ്പോൾ അങ്ങനെ 4 മിനിറ്റിനുള്ളിൽ നമ്മളെ വണ്ടി വരും. വണ്ടി വന്നിട്ട് ഇവിടെ നിന്ന് വിടാം. ഷെറാട്ടൺ, ആ കാണുന്നതാണ് ഷെറാട്ടൺ. ഈ സമയത്ത് ഇവിടെ നിന്ന് ടാക്സി കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം കാലത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ടാക്സീസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ മെർഹബ എന്നുള്ളൊരു ടാക്സിയുടെ ബ്രാൻഡായിട്ടാണ് ഷെറാട്ടൺ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ മെർഹബയുടെ ടാക്സിക്ക് ഇന്നലെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 10 OMR ആണ്. 10 OMR എന്ന് പറയുമ്പോൾ ഏകദേശം 2220 രൂപ അതിൻ്റെ അടുത്ത് വരും. ഭാഗ്യത്തിന് ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ യൂബറൊക്കെ ഇടക്കിടക്ക് ക്യാൻസൽ ആവുന്ന പോലെ ക്യാൻസൽ ആവോ ഇല്ലയോ എന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. എനിഹൗ 3 ദിവസം ഒമാനിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒമാൻ വരുന്നത്. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല. അതുപോലത്തെ ഒരു ട്രിപ്പ് ആയിരുന്നില്ല. ഒരു നല്ലൊരു പ്രോപ്പർട്ടിയിൽ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മാത്രമുള്ളൊരു ഇതായിരുന്നു. സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ നിന്ന് 100-150 കിലോമീറ്റർ അപ്പുറം. ഇപ്പോൾ ടാക്സി ഫെയർ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും മുതലാവില്ല. അറിയാം, ഒരു 20-22 കിലോമീറ്റർ തന്നെ നമുക്ക് ഇത്രയും വരും. അപ്പോൾ ടാക്സി എടുത്ത് പോകാന്ന് പറയുന്നത് ഒട്ടും മുതലാവില്ല. പിന്നെ റെൻ്റേ കാർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എല്ലാ GCC ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഫൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വാല്യൂവിൽ 50 OMR ഒക്കെ ആയിരിക്കും ഫൈൻ അടിച്ച് കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 50 ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമുക്കൊരു 5 OMR അടിച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല കാശാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റെൻ്റൊന്നും എടുക്കാതെ ടാക്സി തന്നെ ശർമ്മ. അതുകൊണ്ട് വേറെ സൈറ്റ് സീയിങ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഈ ഒരു കാര്യങ്ങളെ കൊണ്ടാണ് സൈറ്റ് സീയിങ്ങും നോക്കാതിരുന്നത്. സോ ഇങ്ങനെ ട്രിപ്പ് അവസാനിക്കുകയാണ്. സോ ടാക്സി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാക്സി എത്തി. അങ്ങനെ ഷെറാട്ടണോട് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങളുടെ 2 ദിവസത്തെ സ്റ്റേ എന്ന് പറയുന്നത് സൂപ്പറായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഇവരുടെ സർവീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ചെറിയൊരു പരിഭവം എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പോയിൻറ്റ്സിൻ്റെ ബുക്കിങ്ങിന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലുള്ള ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കേ വേണ്ട. വല്ല ബാലി പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കിട്ടിയെന്നിരിക്കും.
ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നോക്കാം. നമ്മളുടെ ഒമാൻ്റെ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. നിങ്ങൾ നോക്കിയാൽ ടോട്ടൽ 16,521 രൂപ എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ഫ്ലൈറ്റ്, വിസ, ട്രാവൽ ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരാളായാലും രണ്ടാളായാലും ആ റേറ്റ് തന്നെ വരും. കാരണം കൂടുതലും ടാക്സിയാണ്. അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബൈക്ക് ടാക്സി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒമാനിൽ. പിന്നെ സിം കാർഡ് അത് ഒരാളുടെയാണ്. ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് മാത്രമാണ് നമുക്ക് 2 പേരാകുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമേ ഇതിൽ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ബാലിയിലെ ഐമാക്സ് പോലെ ഒരു ചീപ്പർ ടിക്കറ്റ് ഓപ്ഷൻ അല്ല ഒമാനിലുള്ള ഐമാക്സിനുള്ളത്. അപ്പോൾ ഈ ഒമാനിലെ ഐമാക്സ് ടിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ട് ഞാൻ കണക്കാക്കി. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,521 രൂപയാണ് ഒരാൾക്ക് ചിലവ് വരുന്നത്. ഈ 16,521 രൂപയ്ക്ക് 3 നൈറ്റ് 4 ഡേ ഒമാൻ ട്രിപ്പ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവാർഡ് പോയിന്റ്സിൻ്റെ ആ ഒരു സ്പ്ലിറ്റാണ് ഞാൻ തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും 2 കാർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 കാർഡുകളിലായിട്ട് മൊത്തം 44,000 റിവാർഡ് പോയിന്റ്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഡൈനേഴ്സ് ക്ലബ്ബ് ബ്ലാക്ക് എന്ന് പറയുന്നതിൽ 10,000 പോയിന്റ്സ്. ഡൈനേഴ്സ് ക്ലബ്ബിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ല അവരുടെ കണ്ടീഷൻ എന്നാണ് പറയേണ്ടത്. നമുക്ക് നമ്മളുടെ മൊത്തം എമൗണ്ടിൻ്റെ ഒരു 70% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനുണ്ട് ഡൈനേഴ്സ് ക്ലബ്ബിൽ. അതായത് ആ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ മൊത്തമായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ മാരിയറ്റ് ബോൺവോയ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായി മാറുന്നത് എന്തെന്നാൽ നമ്മൾ അവിടെ ടാക്സ് പോലും പേ ചെയ്യേണ്ടതില്ല. അതായത് ഒരു സ്റ്റേക്ക് ഈ പറയുന്ന എംഎക്സ് പ്ലാറ്റിനം ട്രാവലിൽ സ്റ്റേജിന് വേണ്ടി മാത്രമായി 34,000 പോയിന്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 10,000 പോയിന്റ്സ് അലോഫ്റ്റിനും ഷെറാട്ടണിൽ ഒരു ദിവസത്തേക്ക് 12,000 പോയിന്റ്സ് വരുന്നു. അങ്ങനെ 34,000 പോയിന്റ്സ്. ഈ 34,000 പോയിന്റിൽ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ ടാക്സ് പോലും കൊടുക്കേണ്ടതില്ല. അതായത് 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ 10,000 പോയിന്റ്സ് ഡൈനേഴ്സ് ക്ലബ്ബ് ബ്ലാക്കിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയോളം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും അത്രയും ഒരുപാട് എമൗണ്ട് ആ കാർഡിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഡൈനേഴ്സ് ക്ലബ്ബിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ബൈ വഴി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് 10x പോയിന്റ്സ് ഒക്കെയാണ് കിട്ടുന്നത്. അതുപോലെ വീക്കെൻഡ് ഡൈനിങ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് ആഡ് ആവുന്നുണ്ട്. അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു 1.9 ലാഖിൻ്റെയും പിന്നെ 4 ലാഖിൻ്റെയും മൈൽ സ്റ്റോൺ റിവാർഡ് ഉണ്ട്. അത് വളരെ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടും. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ ഒരു വർഷത്തിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ചില എക്സ്പെൻസ് ഉണ്ടാവും. ഇപ്പോൾ വീട്ടിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്നുള്ളത്, വീട്ടിലെ ചെലവ് എന്ന് പറയുന്നത്, ഗ്രോസറി, അങ്ങനെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ നിലവിൽ UPI കാർഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അക്കൗണ്ടിലെ കാശാണെന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നേരെ ക്രെഡിറ്റ് കാർഡിൽ ഉപയോഗിക്കാം. നമ്മൾക്ക് എങ്ങനെ വന്നാലും ഒരു വർഷം ഇത്ര രൂപ എന്നുള്ളത് സ്പെൻഡ് ഉണ്ടാവും. ആ സ്പെൻഡ് ക്രെഡിറ്റ് കാർഡ് വഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകരം കിട്ടുന്നത് റിവാർഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ കാർഡുകളിൽ എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ്. ചിലർക്ക് വേണ്ടത് ലക്ഷറി ആയിരിക്കാം, എന്നെപ്പോലെ ട്രാവൽ ആ ഒരു ലക്ഷറി ആയിരിക്കും വേണ്ടത്. ചിലർക്ക് ക്യാഷ് ബാക്ക് ആയിരിക്കാം, ചിലർക്ക് മൂവി ടിക്കറ്റ് ആയിരിക്കും ഫ്രീ ആയിട്ട് വേണ്ടത്. അങ്ങനെ പലർക്കും പല രീതിയിലുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഏതൊക്കെയാണോ വേണ്ടത് ആ രീതിയിലുള്ള കാർഡുകൾ സെലക്ട് ചെയ്യുക. ആ കാർഡുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതിനുള്ളൊരു ഗൈഡ് ലൈൻ, ആ ഗൈഡ് ലൈൻ പ്രോപ്പറായിട്ട് ഇനി മുതൽ ഈ ചാനലിൽ ക്രെഡിറ്റ് കാർഡുകളുടെ വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്, കൂടുതലായിട്ടും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏത് കാർഡാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. കറക്റ്റായിട്ട് ആ കാർഡ് മനസ്സിലാക്കി ഒരു 3 4 കാർഡ് നമ്മളുടെ യൂസിനുള്ളത് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതുപോലുള്ള ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്ന ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.